നമസ്കാരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നാടകീയ നീക്കങ്ങളാണ് തുടരുന്നത്. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയുടെ തമിഴക വെട്രി കഴകത്തെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണ്ടയിടത്ത് വിജയ് പക്ഷത്തിന് നിലവിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെ 113 സീറ്റുകൾ മാത്രമാണുള്ളത്. ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാതെ വിജയെ ഭരണമേൽപ്പിക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തയ്യാറാവാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വിജയെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ചിരവൈരികളായ DMKയും AIDMKയും കൈകോർക്കുമെന്ന റിപ്പോർട്ടുകളടക്കമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. MG രാമചന്ദ്രൻ DMK വിട്ടതിന് ശേഷം കഴിഞ്ഞ 5 പതിറ്റാണ്ടായി തമിഴ്നാട് രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത ഈ അവിശുദ്ധ സഖ്യത്തിന് പിന്നിൽ BJPയുടെ തന്ത്രങ്ങളുണ്ടെന്നും സൂചനയുണ്ട്. TVKയെ പിന്തുണച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം MGR യുഗത്തിന്റെ ആവർത്തനമാകുമോ എന്ന ഭയം ഉദയനിധി സ്റ്റാലിൻ പക്ഷത്തിനുണ്ടെന്നാണ് വിവരം. പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കി DMK പുറത്തുനിന്ന് പിന്തുണച്ചേക്കും. DMKയും AIDMKയും ചേർന്ന് സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചാൽ തന്റെ പാർട്ടിയുടെ 108 MLAമാരും കൂട്ടമായി രാജിവെക്കുമെന്നും വിജയ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. DMK ക്യാമ്പിലും AIDMK ക്യാമ്പിലും നിർണായക യോഗങ്ങൾ നടക്കുന്നതിനിടെയാണ് വിജയുടെ കടുത്ത നിലപാട്. TTV ദിനകരന്റെ AMKയിലെ ഏക MLAയുടെ പിന്തുണ കൂടി ഉറപ്പാക്കി ഭൂരിപക്ഷത്തിലേക്ക് അടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് TVK. നാളെയുടെ ഭൂരിപക്ഷം ഉറപ്പാക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് വിജയപക്ഷം. ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയതുകൊണ്ട് മാത്രം ഒരാളെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്ന് ഭരണഘടന പറയുന്നില്ല എന്നാണ് പ്രമുഖ അഭിഭാഷകൻ ഹരീഷ് സാൽവെ പ്രതികരിക്കുന്നത്. സഭയുടെ വിശ്വാസം ആർക്കാണോ അവരെയാണ് ഗവർണർ ക്ഷണിക്കേണ്ടത്. വിജയെ പിന്തുണയ്ക്കുന്നവർ അത് രേഖാമൂലം അറിയിക്കുന്നതിൽ എന്താണ് തടസ്സമെന്നും അദ്ദേഹം ചോദിച്ചു. ഗവർണറുടെ നടപടികൾ ഭരണഘടനാ വിരുദ്ധമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭാവി രാഷ്ട്രീയ നീക്കങ്ങളിൽ MK സ്റ്റാലിൻ എടുക്കുന്ന തീരുമാനം എന്തുതന്നെയായാലും പാർട്ടി അത് അംഗീകരിക്കുമെന്ന് DMK വക്താവ് TKS ഇളങ്കോവനും പറഞ്ഞു. എന്നാൽ DMK മുന്നണി വിട്ട് വിജയെ പിന്തുണച്ച കോൺഗ്രസ് നിലപാടിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അതേസമയം പുതുച്ചേരിയിലെ റിസോർട്ടിൽ തങ്ങുന്ന AIDMK MLAമാരോട് ക്ഷമയോടെ കാത്തിരിക്കാനാണ് എടപ്പാടി പളനിസ്വാമി നൽകിയിരിക്കുന്ന നിർദ്ദേശം. വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ പല വിസ്മയങ്ങളും സംഭവിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഭാവി രാഷ്ട്രീയ നീക്കങ്ങൾ MK സ്റ്റാലിൻ എടുക്കുന്ന തീരുമാനം എന്തുതന്നെയായാലും പാർട്ടി അംഗീകരിക്കുമെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ DMK മുന്നണി വിട്ട് വിജയെ പിന്തുണച്ച കോൺഗ്രസ് നിലപാടിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അതേസമയം പുതുച്ചേരിയിൽ റിസോർട്ടിൽ തങ്ങുന്ന AIDMK MLAമാരോട് ക്ഷമയോടെ കാത്തിരിക്കാൻ പളനിസ്വാമി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും അവർ അക്ഷരാർത്ഥത്തിൽ ഇതുവരെ പാലിക്കുന്നുണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്നും അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റങ്ങൾ സംഭവിക്കും. TVKയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിന് പിന്നാലെ മറ്റു ചില പാർട്ടികളും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. CPI, CPM, VCK എന്നീ പാർട്ടികളുമായി വിജയ് ക്യാമ്പ് ചർച്ചകൾ തുടരുകയാണ്. ഈ പാർട്ടികളുടെ ഓരോ 2 സീറ്റുകൾ കൂടി ലഭിച്ചാൽ വിജയ്ക്ക് അനായാസം കേവല ഭൂരിപക്ഷം മറികടക്കാനാകും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൽ BJP സ്വീകരിക്കുന്ന നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിനായി DMK, AIDMK സഖ്യത്തിന് BJP പിന്നിൽ നിന്ന് കരുക്കൾ നീക്കുന്നതായാണ് റിപ്പോർട്ടുകൾ.